ഹരി, ഡാ ഞാൻ റൂമിലെത്തി. നീ എവിടെയാ? നീ എത്താറായില്ലേ? ഓക്കെ ഓക്കെ, ബൈ. ലേഖേ, ഇപ്പം എങ്ങനെയുണ്ട്? ആ ആ എന്നിട്ട് കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്ക്. രാവിലെ വിളിച്ചപ്പോഴും നിനക്ക് എന്നോട് സംസാരിക്കാൻ മൂടില്ലെങ്കിൽ അത് പറ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഹരി വന്നതാ തോന്നണ്. ഞാൻ പിന്നെ വിളിക്കാം ട്ടാ. ഓക്കെ എന്നിട്ട് ഓക്കെ, ബൈ. നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, നല്ല വിശേഷം. ഡാ, സാധനങ്ങൾ റെഡിയാ? കൊണ്ടുവന്നിട്ടില്ലേ? റെഡിയാണ്, കാത്തിരിക്കുകയാണ്. ഞാൻ തുടങ്ങല് പരിപാടി. ടച്ചിങ്സിനൊക്കെ എന്താ? എല്ലാം റെഡിയാണ്, നീ ഇരിക്ക്. എടാ ശബരി, ഈ വീക്കെൻഡിൽ മാത്രമാണ് ഗൾഫുകാരന്റെ മുഖത്ത് ജീവന്റെ സൂചന കാണാൻ പറ്റുന്നത്. അതെ അതെ, അത് ശരിയാ. അല്ലടാ, നിന്റെ സിംഗപ്പൂർ ട്രിപ്പ് എന്തായി? ബോസിന് എന്തോ അസൗകര്യം. യാത്ര നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി. ഇന്നെങ്കിലും നിന്റെ കത്തിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാന്ന് കരുതിയതാ. അത് നടക്കില്ല മോനെ. മരുന്ന് നീ കൊടുത്തിട്ടില്ലേ? അത് ഞാൻ കൊടുത്തു. എന്നാ നീ 2 ഗ്ലാസ് എടുക്ക്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ആ ഗ്ലാസ് ഒക്കെ ഒന്ന് വൃത്തിയായി കഴുകിക്കോ നീ. സാധനം എവിടെ? വന്നടാ. ഐസ് ക്യൂബ് ഉണ്ട്. എടാ ശബരി, ഒന്ന് തുടങ്ങി വെക്കി, എന്നിട്ടാവും മറ്റു കാര്യങ്ങൾ. എത്തി. ഒന്ന് പതുക്കെ വലിക്കട, കരള് പാടണ്ട. ഈ അനന്തമായ മരുഭൂമിയുടെ പ്രലോഭനങ്ങളിൽ ഒരൊട്ടകയാത്ര പോലെ അനിശ്ചിതമായ താവളങ്ങളിൽ തേടിയുള്ള അശാന്തമായ യാത്രയാണ് മനുഷ്യജീവിതം. നിന്റെ സാഹിത്യം പറഞ്ഞ് ബോറടിപ്പിക്കാനാണെങ്കിൽ എൻ്റെ സാഹിത്യം കണ്ട് നീ ബോറടിക്കണ്ട. വേറെ വഴിയുണ്ട്. ഒരു കല്ലക്കൻ സാധനം കിട്ടിയിട്ടുണ്ട്. അച്ചായ തോന്നാ, നീ ഇങ്ങോട്ടിരിക്കേ നീ. കേട്ടെ, അതെന്ത് സാധനം? എവിടുന്ന് കിട്ടി? എന്താ എവിടുന്ന് കിട്ടി? പറ പറ, എവിടുന്ന് കിട്ടി?
എന്നാലും എങ്ങനെ നിനക്കിത് കഴിഞ്ഞു? ഞാൻ കണ്ടത് നീ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കൊല്ലും ഞാൻ. മോനെ വാ. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ലേഖയും മോനും വിഷം കഴിച്ച ആശുപത്രിയിലാണ്. അവൻ എന്ത് തെറ്റ് ചെയ്തു? അവനോ? അവനാ ഇതെല്ലാം ചെയ്തത്. സ്വന്തം അമ്മ തുണി മാറുന്ന ചിത്രം അവനാ മൊബൈലിൽ പിടിച്ചു കൊടുത്തത്. അവനേതോ ട്രാപ്പിൽ പെട്ടുപോയതാ. കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നീ ഏതായാലും പെട്ടെന്ന് നാട്ടിൽ പോവാൻ നോക്ക്. അവൻ എന്ത് ചെയ്തു? എൻ്റെ ഫോൺ എവിടെ? മാമൻ്റെ ഫോൺ തരൂ. ഹരിനെ അവനോട് ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയത്. ഹരി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എവിടെ? അവൻ മുറിക്ക് പുറത്തുണ്ട്. ഹരി, ഹരി, എന്റെ മോന എന്തിനാണ് അവന് ചെയ്തത്? അറിയില്ല, എനിക്കറിയില്ല ഹരി. ആ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന പിടച്ചിൽ. ഈശ്വര, ഈ ഗതി ആർക്കും വരുത്തരുത്. എനിക്ക് നിന്റെ കയ്യിലുള്ള ക്ലിപ്പിംഗ്സ് വേണം. എന്തിന്? എനിക്കറിയണം ആർക്കു വേണ്ടിയാണ് അവൻ ഇത് ചെയ്തതെന്ന്. അതുകൊണ്ട് എന്ത് കാര്യം? എടാ, ഒന്നെനിക്ക് മനസ്സിലായി. ഇതുണ്ടാക്കുന്നവനെ പോലെ കാണുന്ന നമ്മൾ കുറ്റക്കാരാണ്. ഉപഭോക്താവില്ലാതെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കപ്പെടുന്നില്ല. അത് മറ്റൊരാളുടെ ഭാര്യയുടെയോ സഹോദരിയുടെയോ അമ്മയുടേതായിരുന്നെങ്കിൽ നമ്മൾ ആ ലഹരിയിൽ ആഘോഷിക്കുമായിരുന്നു. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. പക്ഷേ അത് കാണുന്നത് നീയോ ഞാനോ മാത്രമല്ല, ലോകമാണ്. ഞാൻ എവിടെ പോയാലും അതെന്റെ പുറകെ ഉണ്ടായിരിക്കും. എത്ര തലമുറ കഴിഞ്ഞാലും അത് നശിച്ചു പോവില്ല. ഹരി, അകത്ത് വന്നിരുന്ന് സംസാരിക്കേ.
ഹലോ, അതെ, വിഷയം പറയൂ. അവനെൻ്റെ അടുത്തുണ്ട്. എപ്പോ? ടിവിയിൽ ഫ്ലാഷ് ന്യൂസോ? ദൈവമേ. ഹരി, ടി വി ഓൺ ചെയ്യടാ, ടി വി ഓൺ ചെയ്യടാ. ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇത് പരിഹരിച്ചാൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കാൽ കൈ ശസ്ത്രക്രിയ നടത്തും. കുടുംബിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ജഗദീഷ് ശ്രീകുമാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് ഏയ് അല്ല, എൻ്റെ മോനല്ല മാമ. ഹരി, എൻ്റെ മോനെ കുറിച്ച് അവർക്കെന്തോ തെറ്റുപറ്റിയതാ. അവനത് ചെയ്യില്ല, അവനത് ചെയ്യില്ല. അവർക്കെന്തോ തെറ്റുപറ്റിയതാ. അവനത് ചെയ്യില്ല, അവനത് ചെയ്യില്ല, അവനത് ചെയ്യില്ല. ഹരി, ഹരി, ഹരി. എന്തിനാണ് ഇങ്ങനെയുള്ള എന്തിനാണ് ഇങ്ങനെയുള്ള മക്കൾ? എന്തിനാണ് ഇങ്ങനെയുള്ള മക്കൾ? എന്തിനാണ് ഇങ്ങനെയുള്ള മക്കൾ?